എന്റെ ബാബു സാറെ ഇപ്പൊ നിങ്ങൾ മനസ്സ് വെച്ചാൽ നമുക്ക് 10 കാശുണ്ടാക്കാം. നമ്മുടെ പഞ്ചായത്തിൽ മുഴുവൻ ഇപ്പൊ മഞ്ഞപ്പിത്തം മറ്റേ ഛർദിയും വയറ്റുന്നോക്കൊക്കെ അല്ലേ. ആ പഞ്ചായത്തിലെ മെമ്പർമാരൊക്കെ വിളിച്ചൊരു ബോധവൽക്കരണ ക്ലാസ് നടത്തിയിട്ട് നമ്മുടെ പഞ്ചായത്തിലെ എല്ലാ കിണറുകളിലെയും കുളത്തിലേക്ക് വെള്ളം നിർബന്ധമായും പരിശോധിക്കണമെന്ന് പറയൂ. എന്നിട്ട് പരിചയമുള്ളവരൊക്കെ നമ്മുടെ ലാബിലേക്ക് വിടൂ. വേണ്ട പോലെ കാണാം. ഓ ശരി, ഓ ശരി. ചില സാറുമാർക്കേ സർക്കാർ ജോലി കിട്ടിയിട്ടും കാര്യമില്ല, ഒരു കാര്യം കാശുണ്ടാക്കാൻ അറിയില്ല. ജീവിക്കാൻ മറന്നു പോയ സ്ത്രീ. റിസൾട്ടാണ് എത്ര എണ്ണായി? എല്ലാം. ഹലോ, ആ സുഗതൻസ് ജലപരിശോധന കേന്ദ്രം, മന്മഥൻ. ഇന്നലെ രാവിലെ അല്ലേ? ആ അതെ, എല്ലാ ടെസ്റ്റും കഴിഞ്ഞു കേട്ടോ. റിസൾട്ട് റെഡിയാണ്. വന്നോളൂ വന്നോളൂ. എന്താ ചിരിക്കുന്നത്? സഹന വർത്താനം കേട്ടാലേ ഈ വെള്ളം നമ്മൾ മൊത്തം ടെസ്റ്റ് എടുത്ത് ചെയ്ത് വളരെ വൃത്തിയായിട്ട് ഗംഭീരമായിട്ട് റിസൾട്ട് കൊടുക്കുകയാണ്. എല്ലാം ഓക്കെ അടിച്ച് കൊടുക്കുന്നില്ലേ സാറേ? ഒന്നും ഉണ്ടാതിരിക്കണ, വല്ലവരും അറിഞ്ഞു കഴിഞ്ഞാൽ തല പോവും. എന്നെ സാറേ, എന്തെങ്കിലും കഷ്ടകാലത്തിന് ഒരു പോലീസ് അന്വേഷണമൊക്കെ വന്ന് നമ്മൾ കുടുങ്ങിപ്പോവും സാറേ. എന്തിനെന്ന് എന്റെ സാറേ, ഒന്നുമില്ലെങ്കിലും കീടാ വാട്ടർ ഹാൻഡ്സ് ടെസ്റ്റർ ഉണ്ടാ, pH കിറ്റ് ടെസ്റ്റർ ഉണ്ടാ, മൈക്രോസ്കോപ്പ് ഉണ്ടാ, ഒരു കുന്തുമില്ല. എന്തിന്? ഇതൊക്കെ ടെസ്റ്റ് ചെയ്യുന്നവർക്കല്ലേ. നമ്മൾ ടെസ്റ്റ് ഒന്നും ചെയ്യുന്നില്ലല്ലോ, റിസൾട്ട് മാത്രം എഴുതി കൊടുത്ത് കാശ് മേടിക്കല്ലേ. പിന്നെ ജനങ്ങളെ ബോധിപ്പിക്കാൻ നമ്മളൊരു സെക്കൻഡ് ഹാൻഡ് ആണെങ്കിലും ഒരു മൈക്രോസ്കോപ്പ് വെച്ചിട്ടുണ്ടല്ലോ. സാധാരണക്കാരെ ജനങ്ങൾ അതിന്റെ ഉള്ളിൽ വന്ന് കണ്ണിട്ട് ഇങ്ങനെ ലെൻസ് ഉണ്ടോന്ന് നോക്കൊന്നുമില്ലല്ലോ. ബോധ്യപ്പെടുത്താൻ ഒരു മൈക്രോസ്കോപ്പ് ഉണ്ടല്ലോ. പിന്നെ കമ്പ്യൂട്ടർ ഇല്ലേ? അതുണ്ട്. പ്രിന്റഡ് ഇല്ലേ? അത് കറക്റ്റാ. ആ നമ്മൾ ഈ റിസൾട്ട് എഴുതി കൊടുക്കാൻ വേണ്ടിയിട്ട് ഇത് രണ്ടും പോരെ? അല്ല, എന്തെങ്കിലും രീതിയിൽ ഒരു കുഴപ്പം വന്നിട്ട് ആൾക്കാർ വന്ന് പ്രശ്നം ഉണ്ടാക്കിയാലും പോലീസുകാരെല്ലാം വന്നല്ലോ. ഒന്നും കാണാതെ ഞാൻ ഈ ബിസിനസ്സിന് നിൽക്കുവോ? ആരാണ് സാധാരണ പ്രശ്നം ഉണ്ടാക്കി വരിക? രാഷ്ട്രീയക്കാർ. അതെ, രാഷ്ട്രീയക്കാർ ഇവിടെ പിരിവിന് വരുമ്പോ അവര് ചോദിച്ചതിന്റെ ഡബിൾ ഞാൻ കൊടുക്കുന്നുണ്ട്. അത് കൊടുക്കലുണ്ട്. അവർക്ക് ഞാൻ പ്രിയപ്പെട്ടവനാണ്. അതെ. പിന്നെ മതപണ്ഡിതന്മാർ, ദേവാലയങ്ങളിൽ നിന്ന് പിരിവിന് വരുന്നവർക്ക് ഞാൻ അവർ ചോദിക്കുന്നതിന്റെ ഇരട്ടി കൊടുക്കുന്നില്ലേ? ശമ്പളം തന്നിട്ട് നിങ്ങൾ അത് കൊടുക്കലുണ്ട്. അപ്പൊ എല്ലാ മതക്കാർക്കും ഞാൻ വേണ്ടപ്പെട്ടവനല്ലേ? തീർച്ചയായും. പിന്നെ ഇവിടെ ചാരിറ്റി പ്രവർത്തനം നടത്തുന്നവർ, യുവാക്കളുടെ ക്ലബ്ബുകൾ, അങ്ങനെ പല സംഘടനകളും സഹായം ചോദിച്ചു വരുമ്പോ അവർ ചോദിച്ചു വരുന്ന സംഭാവനയുടെ ഇരട്ടി ഞാൻ കൊടുക്കുന്നില്ലേ? എനക്കൊരു സുഖമായിട്ട് വന്ന് തന്നിട്ടെങ്കിൽ നിങ്ങൾ കൊടുക്കലുണ്ട്. എന്തിനാണ് കൊടുക്കുന്നത്? അവരൊക്കെയാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്. അവർക്കെല്ലാം ഞാൻ വേണ്ടപ്പെട്ടവനാണ്. പിന്നെ എനിക്ക് എന്തും ചെയ്തൂടെ? അത് ശരിയാവുന്ന ഇളേ, ഞാൻ പറയുന്നത് പോലെ കേട്ടുകൂടെ എന്നാ ഒരു കുഴപ്പമുണ്ടാവില്ല കേട്ടാ. ആ വരൂ വരൂ ബാബാ. ഈ വെള്ളം ടെസ്റ്റ് ചെയ്യാനായിട്ട് ഇത് വീട്ടിലെ കിണറ്റിലെ വെള്ളമാണ്. ആ കിണറ്റിലെ നിങ്ങളാടേക്ക് ഒരാൾ വരുന്നിട്ടല്ലോ പുറത്തേക്ക് ഉണ്ടായിരിക്കണോ? നിങ്ങൾ വന്നോളൂ. അതെ, വെള്ളം ഒന്ന് പരിശോധിക്കാൻ വേണ്ടിട്ട്. അതെ, ഇത് വീട്ടിലെ കിണറ്റിലെ വെള്ളം. വീട്ടിലത്തെ കിണറ്റിലത്തെ വെള്ളം. അതെ അല്ലേ? നിങ്ങളുടെ പേര്? മണ്ടോദരി. ഇതില് മണ്ടോദരി എന്ന് എഴുതിയൊട്ടിക്കണം. ഇത് എന്റെ പേര് കോയാന്ന്. കോയ. കോയ. അതില് മണ്ടൂന്ന് എഴുത, ഇതില് കോയെന്ന്. അല്ല, എനിക്ക് മറ്റേ ഇതിപ്പോ നിങ്ങള് കൊണ്ടുപോകണോ? ഇത് നേരെ അപ്പുറത്തെ ലാബിലെ ടെസ്റ്റ് ചെയ്യാൻ കൊണ്ടുപോകാൻ. അല്ല, മറ്റേ അതെ ഭാര്യയുടെ മൂത്രേ. ഭാര്യയുടെ മൂത്രാണോ? അല്ലല്ല, ഇത് കിണറ്റിലത്തെ വെള്ളാണ്. എന്താ നിങ്ങൾ കാട്ടണേ? കിണറ്റിലത്തെ വെള്ളാണ്. നല്ല ഒന്നാന്തര കുപ്പിയല്ലേ? അതെ അതെ, നല്ല കുപ്പിയല്ലേ? അതെ, നല്ല വെള്ളാണ്, കിണറ്റിലത്തെ വെള്ളാണ്. അല്ല, ഭാര്യയുടെ മൂത്രം ഇപ്പൊ അങ്ങനെ മഞ്ഞ കളറിലാ പോണേ. അത് നമ്മുടെ പഞ്ചായത്തിലെ പലർക്കും ഈ അസുഖങ്ങളുണ്ട്. അത് നമ്മുടെ ഇവിടത്തൊക്കെ വെള്ളങ്ങൾ മലിനപ്പെട്ടിട്ടുണ്ടോ എന്നൊരു സംശയം ഉണ്ട് ഇപ്പൊ. അതുകൊണ്ടാണ് അത് എന്നോട് പലരും പറഞ്ഞു. അതപ്പൊ ഞാൻ കൊണ്ടുവന്ന അപ്പൊ അതിന്റെ ഒരു ടെസ്റ്റ് ഒക്കെ വേണ്ടുള്ളൂ. അതിന് കായ് എത്ര വരിക? അതിപ്പോ ഇവിടെ 1000 രൂപയാണ്. 1000 രൂപ ഈ വെള്ളം ടെസ്റ്റ് ചെയ്യാനോ? അതെ. അല്ല, ഇതിപ്പോ എവിടെ അന്വേഷിച്ചാലും ഇവിടെയാണ് കുറവ് കിട്ടത്. അല്ല, അതന്നെ. അതെ, എന്താ പറയണ്? എന്താ 2500 റുപ്യാണ് അപ്പുറത്ത്. ഇവിടെ 1000 ഉള്ളത് ലാഭാ. അല്ലേ പറഞ്ഞത്? അതല്ലേ, നിങ്ങൾ പരിശോധിച്ചോ. ഞാൻ കുഴപ്പമൊന്നും. അപ്പൊ ഇതിലെ കോയാന്നും ഇതിലെ മണ്ടൂന്നും. ഇപ്പൊ എന്താ അവിടെ ചെന്ന് രഹസ്യം പറഞ്ഞിരുന്നു? അല്ല, ഞാൻ ചോദിച്ചത് നല്ല കുപ്പിയിൽ കൊണ്ടുവരണം. അതൊക്കെ തന്നെയല്ലേ ചെയ്തേക്കണ് ചോദിക്കാണേ. ഗവൺമെന്റ് ലാബില് 2500 ആണ്, ഇവിടെ 1000 ആണ്. ഇതാണ് ലാഭം എന്നല്ലേ ഇപ്പൊ അന്വേഷിച്ചേ? എവിടെ സംസാരിച്ചേ അല്ലേ?
ഞാൻ ജനസേവനത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ലാബ് തുടങ്ങിയിരിക്കുന്നത്. അതെല്ലേ? അതുകൊണ്ടാണ് ഞാൻ 1000 ഉറുപ്പിക്ക് ഇവിടെ ടെസ്റ്റ് ചെയ്തു കൊടുക്കുന്നത്. അടച്ചോ നിങ്ങളെ കാര്യം. പിന്നെ അത് മാത്രമല്ല, നിങ്ങളിപ്പോ ആ സ്ഥാപനത്തിൽ ചെന്ന 2500 കൊടുക്കും വേണം. അവര് പറയുന്ന സമയത്തെ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ നിങ്ങൾ എപ്പോഴാണോ ആവശ്യപ്പെടുന്നത് അപ്പൊ റിസൾട്ട് തരും. 24 മണിക്കൂറിന്റെ ഉള്ളിൽ റിസൾട്ട് ഇല്ല, കണ്ടില്ല. ഇതാണ് സർക്കാർ കാര്യങ്ങൾ മുറ പോലെ ഞങ്ങളുടെ മിഷനറീസ് ഒക്കെ അങ്ങനത്തതാണ്. ശരി, ഒറ്റടി അത് ശരി. അപ്പൊ നമുക്ക് ടെസ്റ്റ് ചെയ്യാലോ അല്ലേ? ചെയ്തോളി. എന്നാ ശരി, ഞാൻ മേടിക്കാൻ വരാല്ലേ? അപ്പൊ അതിന് 1000 ഉറുപ്യ ആയിക്കോട്ടെ. കാശടക്കണ്ടേ? ഇത്രയും പരിശോധന നമ്മളിങ്ങനെ ചെയ്യും. നമുക്ക് ലാഭം വേണ്ട, പക്ഷെ നമുക്കിത് ചെലവ് വരുന്ന പൈസ വേണം. അപ്പൊ തന്നെ തരാം മുഹിമനും. അത് അഡ്വാൻസ് ആയിട്ട് 500 തന്നാലും മതി, അല്ല 1000 തരാണെങ്കിൽ അതും തരാം. എന്തായാലും റിസൾട്ട് തരുമ്പോ കാശ് തരണല്ലോ. എന്നാ ഇപ്പൊ 500 തരാം, അല്ലേ? ബാക്കി ഞാൻ പിന്നെ തരാം. മണ്ടോദരി അല്ലേ? അതെ, 400 പറ്റില്ല അല്ലേ? എത്ര പറഞ്ഞു? 500. 500. പോയ അപ്പൊ നാളെ വന്നോളൂ. നാളെ അല്ലേ? ആയിക്കോട്ടെ. ശരി എന്നാ. ശരി ശരി. അപ്പൊ ശരി എന്നാ. അസ്സലാമു അലൈക്കും. അല്ല ശരി. അല്ല സാറേ, എന്തിനാ റിസൾട്ട് പിന്നെ തരാമെന്ന് അവരെ വിട്ടത്? ഇപ്പൊ തന്നെ ഇതിലടിച്ച് കൊടുക്കാന്നില്ല റിസൾട്ട്. പൈസ കൈയോടെ മേടിക്കില്ല. നമ്മൾ ടെസ്റ്റ് ഒന്നും ചെയ്യുന്നില്ലല്ലോ സാറേ. അവന്റെ കഴുത കത്താൻ പഠിച്ചാ പോരാ, കളവ് ഒതുക്കാനും പഠിക്കണം. നമ്മളിത് ആത്മാർത്ഥമായി ടെസ്റ്റ് ചെയ്യുന്നുണ്ട്, അതിന് ഇത്ര സമയം എടുക്കുന്നുണ്ട്, അവരെ ബോധ്യപ്പെടുത്തണ്ടേ? വേണമല്ലേ? പാവം എന്റെ വെള്ളം.